ഹലോ നമസ്തേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡേ 2 ഇവിടെ തുടങ്ങിയാണ് കേട്ടോ. സൺറൈസ് കാണാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. യാത്രയൊക്കെ കാരണം നല്ല ടയേർഡായിരുന്നു. സോ അലാമൊക്കെ ഓഫ് ചെയ്ത് സുഖമായി കിടന്നുറങ്ങി. അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് മോർണിംഗ് ഇൻ മാൽഡീവ്സ്. ഞങ്ങളെ സൺഡേക്ക് നിന്നുള്ള വ്യൂ ആണിത്. നല്ല ക്ലിയർ ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ചെയർസ്, പിന്നെ സേഫ്റ്റിക്കുള്ള ജാക്കറ്റ്സ് ആൻഡ് ട്യൂബ്സ് ഒക്കെ കാണാം. പിന്നെ വില്ലേക്ക് ചുറ്റും ഇങ്ങനെ കോറിഡോറും ഉണ്ട്. അപ്പൊ നമുക്ക് കോറിഡോറിൽ കൂടി മെല്ലെ നടക്കാം. അങ്ങനെ ഞാൻ കോറിഡോറിൽ കൂടി നടന്ന് ഫ്രണ്ട് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ഫ്രണ്ട് ഏരിയ. ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതാണല്ലോ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഐലൻഡ് കാണാം. ഈ ഐലൻഡിന്റെ പേര് റെനാലി ഐലൻഡ് എന്നാണ്. അപ്പോൾ ഒരു മോർണിംഗ് വാക്കിനുള്ള പ്ലാൻ ആണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഞാൻ ഈ ലൊക്കേഷന്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിന്റെ എത്രയോ ഇരട്ടി ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഇവിടെ പല കളേഴ്സിലുള്ള മീനൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും വീഡിയോസിൽ കിട്ടിയിട്ടില്ല. ഈ വില്ലാസിന്റെ എൻ്റെ ഏരിയ ലക്ഷ്യം വെച്ചാണ് എൻ്റെ വാക്കിംഗ്. അവിടെ 2 സ്പോട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. എന്തൊക്കെയാണ് ആ ഏരിയാസ് എന്ന് കാണണ്ടേ. നമുക്ക് നമ്മുടെ വാക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഈ വില്ലാസ് കൂടാതെ അങ്ങ് ദൂരെ കുറച്ച് വില്ലാസ് കൂടി കാണാം. ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ടെമ്പറേച്ചറൊക്കെ നോർമലാണ്, ചൂടില്ല, എന്ന ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇളം കാറ്റൊക്കെ കൊണ്ട് ഈ ബ്ലൂ വാട്ടറൊക്കെ ആസ്വദിച്ച് നമുക്ക് നടക്കാം. അപ്പോൾ നമ്മള് നമ്മുടെ സ്പോട്ട് നമ്പർ 1 എത്തിയിരിക്കുകയാണ്. ഇതൊരു ഫോട്ടോഷൂട്ട് സ്പോട്ടാണ് കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പല രൂപത്തിലും ഭാവത്തിലും ഫോട്ടോസ് എടുക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് നടക്കാൻ ഇറങ്ങിയത്. സോ കുറച്ച് സെൽഫീസ് ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിന്റെ ഒരു ലുക്ക് പറയുകയാണെങ്കിൽ ഒരു റിംഗ് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി അതിന് ചുറ്റും കുറച്ച് ഉണങ്ങിയ കമ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ തലയിൽ ഒരു മുൾ കിരീടമൊക്കെ വെക്കുന്ന പോലെ ആ ഒരു സ്റ്റൈലാണ്. പിന്നെ മേളിലെ ഐലൻഡിന്റെ പേരായ റെനാലിയും കാണാം. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കിടിലൻ പിക്സ് ഒക്കെ എടുക്കാം. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു കുട്ടി ഐലൻഡ് കാണാം. അതിൽ റിസോർട്ടൊക്കെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ അതൊരു കുട്ടി ഐലൻഡാണ്. ഈ കാണുന്ന വില്ലാസ് ഒക്കെ കാണാൻ നമ്മൾ നിൽക്കുന്ന വില്ലാസിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിന് ചുറ്റും കൊറിഡോർസ് ഒന്നുമില്ല, പക്ഷെ കുറച്ചുകൂടി പ്രൈവസി ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മള് സ്പോട്ട് നമ്പർ 2 എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സൺറൈസ് ഏരിയ. ഈ ചെയറിൽ ഇരുന്നുകൊണ്ട് സൂര്യോദയം കാണാം. നിന്നാലും കാണാം കേട്ടോ.
ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വൈകുന്നേരം സൺസെറ്റും കാണാം. അപ്പോൾ മാൽദീവ്സിൽ എത്തിയാൽ നമുക്ക് സൺറൈസും സൺസെറ്റും ഒക്കെ ഒരേ സ്പോട്ടിൽ ഇരുന്നുകൊണ്ട് കാണാം. എങ്ങനെയുണ്ട് എൻ്റെ കണ്ടെത്തൽ? ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. എത്ര കളേഴ്സിലുള്ള മീനുകളാണെന്നോ ഇവിടെ. പക്ഷെ ഇതൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. നമ്മുടെ ഫൈൻഡിങ് നീമോ മൂവിയിലെ പോലെയുള്ള പല കളേഴ്സിലുള്ള മീനുകളൊക്കെ ഉണ്ട്. ഞാൻ സൂം ചെയ്തൊക്കെ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞാനപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നേ. നടന്ന് അങ്ങനെ ഓൾമോസ്റ്റ് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഭാഗത്ത് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വല്ല റിസോർട്ടൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാകും. ഇത് ഇവിടുത്തെ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെ ബോട്ടിംഗ്, കയാക്കിംഗ്, സ്നോർക്കലിംഗ്, ജെറ്റ് സ്കീ, സ്കൂബ ഡൈവിംഗ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സമയം അങ്ങനെ വൈകുന്നേരമായി. വൈകുന്നേരത്തെ ചായ, സ്നാക്സ് ഒക്കെ കഴിക്കാൻ വന്നതാണ്. ഇതാണ് മാൽദീവ്സിന്റെ ഈവനിങ് കാഴ്ചകൾ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവിടെ കളർഫുൾ മീനുകൾ അല്ലെങ്കിലും കുറെ മീനുകളെ കാണാം. ഗ്രൂപ്പായി എല്ലാം കറങ്ങി നടക്കാട്ടോ. നമുക്കപ്പോ ഇന്നത്തെ കുറച്ച് ഫോട്ടോസ് കണ്ടാലോ? സ്നാക്സ് ടൈം ഒക്കെ കഴിഞ്ഞ് ഐലൻഡിന് ചുറ്റും ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും സന്ധ്യ നേരായി. അപ്പം മെല്ലെ റൂമിലേക്ക് ചലിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഏത് നേരത്തിനും അതിൻ്റെതായ ഒരു ഗ്ലാമർ ഒക്കെ ഉണ്ട്. റൂമിലെത്തി റെസ്റ്റ് ഒക്കെ എടുത്തു. ഡിന്നർ ടൈം ആയപ്പോഴേക്കും വീണ്ടും കൂട്ടീന്ന് ചാടിയിട്ടുണ്ട്. ചാടിയ സ്ഥിതിക്ക് വീണ്ടും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ചു നേരം നമുക്ക് മാൽദീവ്സിന്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണാം. അങ്ങനെ രാത്രിയിൽ തേരാപാര നടക്കുമ്പോഴാണ് എൻ്റെ പുത്രൻ പറയണത് അവന് മനസ്സിലായോ സോങ് വെച്ച് ഡാൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞു ചെയ്തോന്ന്. ഇവിടെ ഡാൻസിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി സോങ് ഇടണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ആവണ കാരണം പിന്നെ ഞാനത് ഒഴിവാക്കി. അതുകൊണ്ട് നമുക്ക് നോർമൽ മ്യൂസിക് വെച്ചിട്ട് ഇത് കാണാം. അപ്പോൾ ഡാൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാട്ടോ. ഇന്നലെ ഹാലോവിൻ സ്പെഷ്യൽ ഡിന്നറായിരുന്നു. ഇന്നങ്ങനെ സ്പെഷ്യൽ ഡേ ഒന്നുമല്ല. എന്നാൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഡിന്നർ ഐറ്റംസ്. ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു.
മോൻ നല്ല ടയേർഡായിരുന്നു. സോ അവൻ പേരിന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് ഉറങ്ങാൻ പോയി. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി തിരിച്ച് റൂമിലേക്കുള്ള നടത്തമാണ് കേട്ടോ. ഇതേ ആ കാണുന്ന ഒരു സുവനീർ ഷോപ്പാണ്. എല്ലാത്തിനും നല്ല കത്തി വിലയാണ്. പിന്നെ തൊട്ടടുത്തൊരു ജ്വല്ലറി ഷോപ്പും കൂടെ ഉണ്ട്. ഇവിടെ നമ്മുടെ കോക്ടെയിൽ ബാറിലാണെങ്കിൽ പാട്ട് കച്ചേരി തകർക്കുകയാണ് കേട്ടോ. ഞാനവിടെ മ്യൂസിക് ഒക്കെ കേട്ടുകൊണ്ട് കുറേ നേരം ഇരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയി ഡ്രിങ്ക്സ് കഴിക്കാം, മ്യൂസിക് കേൾക്കാം, പിന്നെ കടലൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കാം. കുറച്ചു നേരം മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ റൂമിലേക്കുള്ള നടത്തം വീണ്ടും തുടങ്ങി. അപ്പൊ ഞാൻ നമ്മുടെ ബീച്ച് വില്ല ഏരിയയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബീച്ച് വില്ലാസും സൂപ്പറാണ് കേട്ടോ. റൂമിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ ഫ്രണ്ടിൽ ബീച്ചാണ്. അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാം. ബീച്ചാണെന്ന് പറയുമ്പോഴും എനിക്ക് പുഴക്കരയിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. കാരണം തിരമാലയുടെ ശബ്ദമോ കടലിന്റെ ശബ്ദമോ ഒന്നും തന്നെയില്ല. പുഴക്കരയിൽ ഇരിക്കുമ്പോൾ പുഴയുടെ നേരത്തെ ശബ്ദമുണ്ടാവില്ല, അത് മാത്രമാണ് ഇവിടെയും ഉള്ളത്. പിന്നെ പുഴയുടെ മണവും പുഴക്കരയിൽ മരങ്ങളൊക്കെ താഴ്ന്ന് കിടപ്പുണ്ടാവില്ലേ, അതേപോലെയുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെയും. ഞാനൊരു നൊസ്റ്റാൾജിക് സ്റ്റോറി പറഞ്ഞ എന്നെ തല്ലിക്കൊല്ലരുത്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഓൾമോസ്റ്റ് ഒരു 9th വരെയൊക്കെ ഞാൻ താമസിച്ചിരുന്ന ഞങ്ങളുടെ ഫസ്റ്റ് വീടിൻ്റെ അടുത്ത് എനിക്കൊരു മെമ്മറി ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ടമുണ്ട്. ഈ കണ്ടത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു പുഴയാണ്. വീട്ടിൽ ആര് വന്നാലും അവരെ കൂട്ടി അവിടെ പോവാ എന്നത് ഞങ്ങളുടെ ഒരു വലിയ ഹോബിയായിരുന്നു അന്ന്. ഇവിടെ വന്ന ടൈം തൊട്ട് ബീച്ചിൽ കൂടെ നടന്നു പോകുമ്പോൾ എനിക്ക് ആ ഒരു മെമ്മറിയാണ്. ഇതേ നോക്കിയ ഈ പ്ലേസ് ഒക്കെ കാണുന്നു. നടന്ന് വാട്ടർ വില്ലാസിന്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ വെള്ളത്തിന്റെ ആഴം ഓരോ ടൈം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മോർണിംഗ് ടൈമിൽ എൻ്റെ പകുതി വരെയൊക്കെ ആഴമുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെള്ളം കൂടിക്കൂടി വന്നു. നൈറ്റ് ടൈമിൽ വെള്ളം കൂടുതലാണ്. സോ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാ ടൈമിലും വാട്ടർ ഫ്ലോയും ഡെപ്തും ഡിഫറെൻ്റ് ആണ്, ഒരേപോലെയാണ്. ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ഇൻ മാൽദീവ്സ് ഇതാ തീരാൻ പോവാണ്. നാളെ എന്തായാലും സൺറൈസ് കാണാൻ എണീക്കണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്.